നിങ്ങൾ എപ്പോഴെങ്കിലും പാമ്പിന്റെ തൊലി പോലെയുള്ള ഒരു പഴം കണ്ടിട്ടുണ്ടോ? കേൾക്കുമ്പോൾ തന്നെ കുറച്ച് കൗതുകം തോന്നുന്നുണ്ടല്ലേ? ഇന്ന് നമ്മൾ പരിചയപ്പെടാൻ പോകുന്നത് ലോകത്തിലെ തന്നെ ഏറ്റവും വിചിത്രവും എന്നാൽ അത്രയേറെ ഗുണങ്ങളുള്ളതുമായ ഒരു പഴത്തെക്കുറിച്ചാണ്. അതാണ് സ്നേക്ക് ഫ്രൂട്ട്. കാഴ്ചയിൽ പാമ്പിന്റെ ശൽക്കങ്ങൾ, സ്കെയിൽസ് പോലെയുള്ള ഇതിന്റെ പുറംതൊലി തന്നെയാണ് ഇതിന് ഈ പേര് വരാൻ കാരണം. എന്നാൽ തൊലി കളഞ്ഞു നോക്കിയാൽ ഉള്ളിൽ ഒളിഞ്ഞിരിക്കുന്നത് വേറെയൊരു അത്ഭുതമാണ്. ഈ സ്നേക്ക് ഫ്രൂട്ട് പ്രധാനമായും തെക്കുകിഴക്കൻ ഏഷ്യൻ രാജ്യങ്ങളായ ഇന്തോനേഷ്യ, മലേഷ്യ, തായ്ലൻഡ് എന്നിവിടങ്ങളിലാണ് കണ്ടുവരുന്നത്. ഒരുതരം ഈന്തപ്പന വർഗത്തിൽപ്പെട്ട പാം ട്രീ മരങ്ങളിലാണ് ഇവ ഉണ്ടാകുന്നത്. ഈ മരങ്ങളുടെ തണ്ടുകളിൽ നിറയെ കൂർത്ത മുള്ളുകൾ കാണാം. അതിനിടയിലാണ് ഈ പഴങ്ങൾ കുലകളായി വളരുന്നത്. ഇതിന്റെ പുറംതൊലിക്ക് നല്ല തവിട്ട് നിറമാണ്. പാമ്പിന്റെ തൊലി പോലെ ഇരിക്കുന്നത് കൊണ്ട് തന്നെ ഒറ്റനോട്ടത്തിൽ ആരും ഇതൊന്ന് തൊടാൻ മടിക്കും. ചെറുതായിട്ടൊന്ന് അമർത്തിയാൽ തന്നെ ഇതിന്റെ തൊലി വളരെ എളുപ്പത്തിൽ പൊളിച്ചെടുക്കാൻ സാധിക്കും. നല്ല വെളുത്ത നിറത്തിലുള്ള വെളുത്തുള്ളി അല്ലികൾ പോലെ ഇരിക്കുന്ന 3-4 ഭാഗങ്ങളാണ് ഇതിനുള്ളിൽ ഉണ്ടാകുക. ഇതിന്റെ ഉള്ളിൽ വലിയൊരു കുരുവും കാണും. അത് നമ്മൾ കഴിക്കരുത്. ഇനി ഇതിന്റെ രുചിയെക്കുറിച്ച് പറയുകയാണെങ്കിൽ ഇതൊരു ഒന്നൊന്നര കോമ്പിനേഷനാണ്. ആപ്പിളിന്റെയും പൈനാപ്പിളിന്റെയും ഒപ്പം നേന്ത്രപ്പഴത്തിന്റെയും ഒക്കെ ഒരു സമ്മിശ്ര രുചിയാണിതിന്. നല്ല ക്രഞ്ചി മധുരവും ഒപ്പം ചെറിയൊരു പുളിയുമുള്ള ഒരു പ്രത്യേക ടേസ്റ്റാണിത്. കാഴ്ചയിലെ കൗതുകം മാത്രമല്ല, ഒരുപാട് ആരോഗ്യ ഗുണങ്ങളും ഈ സ്നേക്ക് ഫ്രൂട്ടിലുണ്ട്. വിറ്റമിൻ സി രോഗപ്രതിരോധ ശേഷി വർദ്ധിപ്പിക്കാൻ ഇത് സഹായിക്കുന്നു. പൊട്ടാസ്യം, ഇരുമ്പ്, പൊട്ടാഷ്യം ആൻഡ് അയൺ ഹൃദയാരോഗ്യത്തിനും രക്തയോട്ടം കൂട്ടാനും ഇത് നല്ലതാണ്. കാഴ്ചശക്തിക്ക് ഇതിലടങ്ങിയിരിക്കുന്ന ബീറ്റാ കരോട്ടിൻ കണ്ണിന്റെ ആരോഗ്യത്തിന് വളരെ ഉത്തമമാണ്. നാരുകൾ, ഫൈബർ ദഹനപ്രക്രിയ സുഗമമാക്കാനും വയറിന്റെ ആരോഗ്യത്തിനും ഇത് സഹായിക്കുന്നു. അതുകൊണ്ട് ഇതിനെ മെമ്മറി ഫ്രൂട്ട് എന്നും ചിലർ വിളിക്കാറുണ്ട്. കാരണം ബുദ്ധിശക്തി കൂട്ടാനും ഇത് നല്ലതാണെന്ന് പറയപ്പെടുന്നു. കേരളത്തിലും ഇപ്പോൾ ചില നഴ്സറികളിൽ ഇതിന്റെ തൈകൾ ലഭ്യമാണ്. നിങ്ങളിൽ ആരെങ്കിലും ഈ സ്നേക്ക് ഫ്രൂട്ട് കഴിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ അനുഭവം താഴെ കമന്റ് ചെയ്യുമല്ലോ. അപ്പൊ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്.